ജനാധിപത്യ വിശ്വാസികളെ വോട്ടർമാരെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട ഈ വേദിയുടെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണി കോൺഗ്രസിന്റെ മണ്ഡലം സണ്ണി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട റോണി പ്രിയപ്പെട്ട ബാബുമാഷ് ഹെറേജ് ബഹുമാനിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് ഷിബു പ്രിയപ്പെട്ട അധികൃത ഷിബു എന്നീ പല നാട്ടുകാർ സമയം വളരെ വൈകി എന്നറിയുന്നത് തന്നെ ഇനിയും 3 സ്വീകരണ കേന്ദ്രങ്ങൾ കൂടി കഴിഞ്ഞ് ആ പരിപാടി കഴിഞ്ഞ് പരിപാടി എത്തേണ്ടതാണ്. എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഊട്ടി വെച്ച് വന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഈ സ്നേഹവും ഈ വാത്സല്യവും കാണുമ്പോൾ നിങ്ങളോട് എന്താണ് പറയേണ്ടത് എന്നുള്ള യാതൊരു കിട്ടുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരു സഹോദരനായി, നിങ്ങളുടെ ഒരു കൂടപ്പുറപ്പായി, നിങ്ങളുടെ ഒരു അഭ്യുതകാംക്ഷയായി എന്നും ഞാൻ ഉണ്ടാകും. നിങ്ങളുടെ ഒരു കാവൽക്കാരനായി, നിയോജകമണ്ഡലമായി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാണ് എനിക്ക് അതുമായി പറയാനുള്ളത്. വന്യജീവി ശല്യമുണ്ട്, അതുപോലെ തന്നെ കാർഷിക തകർച്ചയുണ്ട്, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളുണ്ട്, ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതോടൊപ്പം നാട്ടിലെ പശ്ചാത്തല വികസനങ്ങൾ ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുന്ന രൂപത്തിൽ, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അങ്ങാടിയിലെ കച്ചവടക്കാർക്ക് കിട്ടാത്ത വികസനം ടൂറിസത്തിന്റെ പേരിൽ പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വികസനമല്ല. അങ്ങാടിയിൽ പണമിറങ്ങാത്ത, അങ്ങാടിയിൽ കച്ചവടമില്ലാത്ത കച്ചവട സ്ഥാപനക്കാരോട് ഇവിടെ വലിയ വികസനമാണെന്ന് പറഞ്ഞാൽ അത് അവർക്ക് ബോധ്യപ്പെടില്ല. അങ്ങാടിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓട്ടം കിട്ടാതെ ഈ കേരളത്തിൽ വലിയ വികസനമാണെന്ന് പറഞ്ഞാൽ ആ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ബോധ്യപ്പെടില്ല. ഒരു മാസത്തെ ജീവിത ചെലവിന് വേണ്ടി പടാപാടുപെടുന്ന കുടുംബനാഥന്മാരോട് അതിൻ്റെ ഇടയിൽ കയറി വലിയ വികസനമാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്കത് ബോധ്യപ്പെടില്ല. ജീവിത നിലവാരം ഉയരണം, ജീവിത ചെലവ് കുറയണം, നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയണം, കറണ്ട് ബിൽ ഉൾപ്പെടെയുള്ള ബില്ലുകളും കുറയണം, നാട്ടിൽ സാധാരണക്കാരുടെ കൈകളിലേക്ക് പണം എത്തുന്നതിനുള്ള പദ്ധതികൾ ഉണ്ടാകണം, സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിച്ച് നാട്ടിൽ കൂടുതൽ ആളുകൾക്ക് ജോലി നൽകാൻ വേണ്ടി സാധിക്കണം. 10 വർഷക്കാലം കൊണ്ട് 4.5 ലക്ഷം കോടി രൂപ കടമുണ്ടാക്കിയിട്ട് അതിൽ 80,000 കോടി രൂപ കൊണ്ട് വികസനം നടത്തിയിട്ട് ബാക്കി വരുന്ന 3,20,000 കോടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ പോയി വീട്ടിൽ ചോദിക്കുക എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അല്ല നമുക്ക് വേണ്ടത്. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുന്ന, ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളുടെ സംശയം തീർക്കുന്ന മുഖ്യമന്ത്രി വേണം, മന്ത്രിമാർ വേണം, MLA വേണം. അതാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഈ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ ഈ മത്സരിക്കുന്ന എളിയവനായ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് കാലം ജനപ്രതിനിധിയായി പൊതുപ്രവർത്തകനായി പ്രവർത്തിച്ചിട്ടുള്ള കരുത്തുമായിട്ടാണ് വീട്ടിൽ നിന്ന് അഭിനയിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് നൽകിയിട്ടുള്ള വലിയ പിന്തുണ അത് പലപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയായി തന്നിട്ടുണ്ടാകുന്നുണ്ട്. ഇനിയും ഞാൻ പറയുന്നു, നിങ്ങൾ എനിക്ക് അവസരം തന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് തലവലിക്കേണ്ടി വരില്ല. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും, ഈ മേലിലും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂട്ടായ്മയിൽ വിരിക്കുന്ന വികസനങ്ങളും ക്ഷേമ പദ്ധതികളും നമുക്ക് കൂട്ടായ്മയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. പ്രകൃതി രമണീയമായ ഈ തിരുവമ്പാടിയുടെ മണ്ണിൽ വിദേശ ടൂറിസ്റ്റുകളുടെ ആകർഷിക്കുന്ന നൂതനമായ ടൂറിസം സർക്യൂട്ടുകൾ നമുക്കിവിടെ രൂപകൽപ്പന ചെയ്യാം. അതിന്റെ ഭാഗമായി പ്രാദേശികമായ സാമ്പത്തിക വികസന പദ്ധതികൾ നമുക്ക് ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാം. സാമ്പത്തിക ഉന്നമനങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ പ്ലസ് 1 ബാച്ചുകളും ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ഘടനകളും ഇന്റർനാഷണൽ സിലബസുമായി സാധാരണപ്പെടുന്ന പുതിയ സിലബസുകളുമൊക്കെ നമ്മുടെ നാട്ടിൽ വരേണ്ടതായിട്ടുണ്ട്. നമ്മൾ കണ്ണിൽ എണ്ണൊഴിച്ച് കാത്ത് വളർത്തിക്കൊണ്ടുവന്ന മക്കൾ 14 വയസ്സ് 15 വയസ്സ് കഴിയുമ്പോൾ വിദേശത്തേക്ക് പോകുമ്പോൾ കണ്ണിൽ നിന്ന് വാർന്നൊഴുകുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള സമാധാനം അവരെങ്കിലും രക്ഷപ്പെടട്ടെ എന്നാണ്. അവർക്ക് ഈ നാട്ടിൽ ജീവിച്ച്, ഈ നാട്ടിൽ പഠിച്ച്, ഈ നാട്ടിൽ ജോലി നേടി തങ്ങളുടെ രക്ഷിതാക്കളോടൊപ്പം കൂടപ്പുറപ്പിനോടൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹമുള്ളവരാണ്. അവരെ ഈ നാട്ടിൽ നിർത്താൻ വേണ്ടി സാധിക്കണം. അവർ നമുക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി സാധിക്കണം. അവർ നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ വരും തലമുറകളാണ്. ആ തലമുറയെ ഇവിടെ കരുത്തോടുകൂടി ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതിനൊക്കെ വേണ്ടിയുള്ള വിവിധങ്ങളായ പദ്ധതികൾ നമുക്ക് കൂട്ടായ്മയോടുകൂടി വിദഗ്ധരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നടപ്പിലാക്കി മുന്നോട്ട് പോകാം. അതിനുള്ള ഒരു അവസരമായി നിങ്ങളുടെ വലിയ വോട്ട് എന്റെ ചിഹ്നമായിട്ടുള്ള കോണിയറിയാത്ത് നൽകി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈസ്റ്ററിന്റെയും വിഷുവിന്റെയും 1000 ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് യോഗി.